ഒരു സ്ഥാനാർത്ഥി വന്ന് എല്ലാ മുസ്ലിം പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കുകയാണ്. പെണ്ണുങ്ങൾ യാതൊരു പ്രയാസമില്ല, നമ്മളെ സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളിപ്പോ ഈ അമേരിക്ക ബോംബിടുന്നതിലൊന്നും ഇപ്പൊ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു കാലൊക്കെ വരുമ്പോ ബോംബ് പോകുന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? പണ്ടത്തൊക്കെ പെണ്ണുങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇതാ ആ തട്ടൊക്കെ അങ്ങോട്ട് മറച്ചു പിടിച്ചിട്ട് ആ മറയുടെ പുറകിൽ നിന്നുകൊണ്ട് സംസാരിക്കുമായിരുന്നു. ഇനിയിപ്പോ അതൊന്നുമില്ലെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമായിരുന്നു. സ്ഥാനാർത്ഥിക്ക് ഇപ്പൊ കൈ കൊടുക്കണമെന്നുണ്ടോ? വോട്ട് ചെയ്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊരു പ്രശ്നമല്ലാത്തൊരു കാലം. അള്ളാഹുവിന്റെ ദീന് പുല്ലുവില കൽപ്പിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു, മക്കളെ നിങ്ങള് ഇടുത്തി പ്രതീക്ഷിക്കണം, ആകാശത്ത് നിന്ന് തീമഴ പ്രതീക്ഷിക്കണം, ഭൂമിയിൽ നിന്ന് ഭൂമി കുലുക്കം പ്രതീക്ഷിക്കണം, കൊടുങ്കാറ്റുകൾ പ്രതീക്ഷിക്കണോ? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഗൾഫ് യുദ്ധം തുടരുകയാണ്. മുസ്ലിം രാജ്യങ്ങളുടെ സാമ്പത്തിക സമൃദ്ധികളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു മക്കളെ, ദുബായിയും സൗദിയും ഖത്തറും ബഹ്റൈനും ഒക്കെ ഒരു 6 മാസം പൂട്ടിക്കഴിഞ്ഞാ ഈ ജീവിതത്തിന്റെ പളപളപ്പും പത്രാസും ഒക്കെ അസ്തമിച്ചു പോകും. ഇപ്പൊ തന്നെ ഗ്യാസ് കിട്ടാനില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് ഇപ്പോ ഈ ഗൾഫ് വാർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ധനങ്ങൾ പെട്രോളും ഡീസലൊക്കെ സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. എന്താ രസം, റോട്ടുമലൊക്കെ നല്ല മൂരിവണ്ടികൾ ഇറങ്ങും, കാളവണ്ടികൾ വരും, കാറുകളൊക്കെ നമ്മൾ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളിങ്ങനെ ഷോക്കേസിൽ വെക്കണായി വീട്ടിലിങ്ങനെ നിർത്തും. അത് ഓടണ്ടേ, പച്ചക്കറി വരൂല, ഫ്രൂട്ട്സ് വരൂല, ഒരു സാധനം വരൂല, കാരണം വണ്ടിയിലല്ല, ലോറിയിൽ കൊണ്ടുവരണമെങ്കിൽ. അപ്പൊ എല്ലാരും അവനാന്റെ മുറ്റത്തന്നെ കൃഷി ചെയ്യും. പിന്നെ എവിടേക്കും പോവാനില്ല, ടൂറ് പോവാനില്ല, വേറെ എവിടെയും പോകില്ല. അപ്പോ ഒരു ഗ്രാമത്തിൽ എല്ലാ ജനങ്ങളും തമ്മിൽ ഭയങ്കര പരിചയമായിരിക്കും. കാരണം എന്ന് പോലെ തന്നെ നമുക്ക് കാണാണല്ലോ. ഭാര്യയും മക്കളൊക്കെ നല്ല സൗഹൃദത്തിലായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ ഈ ജീവിതം ഒക്കെ താറുമാറായി പോകും. ലോകത്തിന്റെ ക്രമങ്ങൾ മാറും. ഇതൊന്നും എല്ലാ കാലഘട്ടത്തിലും ഈ കച്ചവടം, ഈ പരിപാടിയും, ഈ സന്തോഷങ്ങളും ഈ ഗൾഫൊന്നും ഉണ്ടാവുന്നവരും മനസ്സിലാക്കണ്ട. അല്ലാഹ് ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകളെ നിങ്ങൾ മറന്നു കളിക്കരുത്. അങ്ങനെ മറന്നു കളിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തിൽ മാറ്റം വരുത്തുന്ന